ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ അഡ്ലിൻസ് കഫേ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന തും ദേന സാത്ത് മേരാ ഓം നവാ എന്ന സീരിയലിൻ്റെ 21ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു, 20ാമത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ്. കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ഇടാൻ പറ്റാഞ്ഞതാണ്. പിന്നെ നമുക്ക് കറക്റ്റായിട്ട് ഡെയിലി എപ്പിസോഡ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം കണ്ടത് അപ്പു ആ കോമ്പറ്റീഷന് പോകാൻ തയ്യാറെടുക്കുന്നു. അവൾ ഭോപ്പാലിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ തടയുവാണ്. അപ്പോൾ എന്നിട്ട് ഇവർ സംസാരിക്കാനായിട്ട് പുറത്തൊരു കാരണം ഉണ്ടാക്കി അപ്പവും രശ്മിയും കൂടെ ഇറങ്ങുവാണ്. അപ്പോൾ രശ്മി പറഞ്ഞു, ഇത് താൽക്കാലികം മാത്രമല്ലേ, ഈ കോമ്പറ്റീഷന് 1 വീക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് നിനക്ക് എന്തായാലും പോകേണ്ടി വരത്തില്ല, അപ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണം. അപ്പോൾ അപ്പു പറയണം, ആ കോമ്പറ്റീഷൻ ആദ്യം എങ്ങനെയെങ്കിലും ഞാൻ ജയിക്കട്ടെ, അതെനിക്ക് ഉറപ്പുണ്ട് ജയിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അത് ജയിച്ച് കഴിഞ്ഞ് പിന്നെ പതുക്കെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ നിൻ്റെ കയ്യിൽ ക്യാഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിലേക്കൊന്ന് സെൻഡ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അവളുടെ കയ്യിൽ അതിന് പോകാനൊന്നും ക്യാഷില്ല. അപ്പോൾ രശ്മി ഒരു 1000 രൂപ സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഈ ക്യാഷ് ഞാൻ തിരിച്ച് തരാട്ടോ എന്ന്. അപ്പോൾ പറയണം നമ്മൾ തമ്മിൽ എന്തിനാടി അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് രശ്മി വഴക്കിടുവാണ് അപ്പൂന്. അപ്പോൾ അവൾ പിറ്റേ ദിവസം കോമ്പറ്റീഷന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അവൾക്ക് ഇതിനെ പറ്റിയിട്ട് എവിടെ ഇത് നടക്കുന്നത് എന്താണെന്നൊന്നും അവൾക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഇവളൊരു 4 വർഷത്തോളം ആയല്ലോ ഇപ്പോൾ ഇതിന് എന്നുവെച്ചാൽ ഈ സാരി നെയ്യുന്ന പരിപാടി ചെയ്തിട്ട്. അപ്പോൾ അന്ന് ആരോടെങ്കിലും അതൊന്ന് അന്വേഷിക്കണമല്ലോ, അങ്ങനെ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നോർത്ത് ഇവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയാണ്, താനാപാന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓർക്കണം, അന്നൊരു കാര്യം ചെയ്യാം, സപ്പോർട്ടിങ് ടീമിനോടൊന്ന് വിളിച്ച് ചോദിക്കാം, പിന്നെ 4 വർഷമായി ഇതൊക്കെ ചെയ്തിട്ട്, അപ്പോൾ എനിക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്നൊക്കെ ചോദിക്കാമെന്ന് വെക്കുകയാണ്. അപ്പോൾ അവളങ്ങനെ സപ്പോർട്ടിങ് ടീമിൽ നോക്കുന്ന സമയത്ത് അതിൽ മെസ്സേജ് അയക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ, കസ്റ്റമർ കെയർ പോലെ. അപ്പോൾ അതിൽ നമ്മളുടെ ഈ സാരിയുടെ ഒരു ഷോപ്പായിട്ട് എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഒരു ഷോപ്പുണ്ട്, അത് അവളുടെ അനിയൻ്റെ പേരിലാണ്, അവിനാശ് സാരീസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അത് വെച്ച് തന്നെ അവൾ രജിസ്റ്റർ ചെയ്യുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്ന രക്ഷിത്തിൻ്റെ ഓഫീസാണ്. അവിടെ രാത്രിയായി തുടങ്ങി. അപ്പോൾ സ്റ്റാഫ് എല്ലാം പോയി. അപ്പോൾ ദുബേജി പറയുകയാണ്, അല്ല സാർ, ഇപ്പോൾ കസ്റ്റമർ സർവീസിന് വേണ്ടി ആരെങ്കിലും കോൺടാക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്റ്റാഫൊന്നും അവൈലബിൾ അല്ല എന്ന് പറയുമ്പോൾ രക്ഷിത് പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഞാനുണ്ടല്ലോ, ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയണം. അപ്പോൾ ദുബേജി പറയണമല്ല, സാറെങ്ങനെയാണ് നോക്കുന്നത്, സാറിന് വീട്ടിൽ പോകാറായില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറഞ്ഞു, ഇതിലും വലിയ പണിയൊന്നും എനിക്ക് വീട്ടിലില്ല, എന്തായാലും ബാക്കി സ്റ്റാഫുകളൊക്കെ പൊക്കോട്ടെ, ഞാൻ എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡീൽ ചെയ്തിട്ട് പോകാമെന്ന് പറയണം. അപ്പോൾ ആ കറക്റ്റ് ടൈമിനാണ് അപ്പുവിൻ്റെ മെസ്സേജ് വരുന്നത്. അപ്പം മെസ്സേജിൽ അവിനാശ് സാരീസ് എന്നുള്ള രജിസ്റ്റർ ചെയ്തുകൊണ്ട് അങ്ങനെ പേര് കാണിക്കുള്ളൂ, അപരാജിത എന്ന് കാണിക്കില്ല. അപ്പോൾ ആണാണ് വിളിക്കുന്നതെന്നുള്ള രീതിയിൽ ഒന്നാമത്തെ ഇവരുടെ ഈ നോർത്തിലുള്ള ഹിന്ദിയിലൊരു ഗ്രാമറിൻ്റെ ഇതുണ്ടാവില്ല, നമ്മൾ മലയാളത്തിൽ പറയണ പോലെയല്ല, ചില വാക്കുകൾക്ക് ഈ സ്ത്രീലിംഗവും പുല്ലിംഗവും എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ ഇവർ മെസ്സേജ് അയക്കുമ്പോഴും അപ്പോൾ ആ രീതിയിലാണ് അയക്കുന്നത്, ഒരാണ് മെസ്സേജ് അയക്കുന്ന പോലെയാണ് അവൾ അയക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ 4 വർഷത്തോളമായി ഒരു സാരി നെയ്തിട്ട് കുറച്ച് നാൾ ഷോപ്പ് അടച്ചിട്ടിരിക്കുമായിരുന്നു, അപ്പം എനിക്കിതിൽ പങ്കെടുക്കാൻ എലിജിബിൾ ആണോ എന്ന് ചോദിക്കണം. അപ്പോൾ രക്ഷിത്ത് മെസ്സേജ് അയക്കുകയാണ്, അതിന് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഒരു പ്രാവശ്യം ഒരു സാരി നെയ്യുന്നതിൽ കഴിവ് തെളിയിച്ച ആളാണെങ്കിൽ നമ്മുടെ ലൈഫ് ലോങ് അത് നമ്മളൊരിക്കലും മറക്കാൻ പോകുന്നില്ല, എത്ര വർഷം ഗ്യാപ്പ് എടുത്തെന്ന് പറഞ്ഞാൽ ആ കഴിവ് നമ്മുടെ ഉള്ളിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കുവാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് വാ അവിനാശ് എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ അവിനാശാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അപ്പു അത് മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ അപ്പു വിചാരിക്കും, ആണാണെന്ന് പറഞ്ഞല്ലോ, അവർക്കിപ്പോൾ ആണുങ്ങളാരും വിശ്വാസമില്ല, അങ്ങനെയാണെങ്കിലൊരു കോൺഫിഡൻസ് ആണ് അവർക്ക്. അപ്പോൾ ആണുങ്ങൾ തമ്മിലുള്ള സംസാരമാകുമ്പോൾ അങ്ങനെയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവളത് മാറ്റാൻ പോകുന്നില്ല. അപ്പോൾ പെട്ടെന്ന് അവൾ ടൈപ്പ് ചെയ്യും പറയാതെ ഈ ലേഡീസ് സംസാരിക്കുന്ന രീതിയിലേക്ക് വരികയാണ്, എന്തോ ഒരു വാക്കിൽ അങ്ങനെ തെറ്റുവാണ്. അപ്പോൾ രക്ഷിത് കാണുന്നില്ല. അപ്പോൾ അപരാജിത കാണുന്നതിന് മുന്നേ ഡിലീറ്റ് ആക്കി. നമുക്കങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അങ്ങനെ മാറിപ്പോവുമല്ലോ. അപ്പോൾ രക്ഷിത് പെട്ടെന്ന് നോക്കിയപ്പോൾ ഇതെന്താണ് ഇങ്ങനെ എന്നോർത്ത് ആ സമയത്ത് അവൾ അത് ഡിലീറ്റും ആക്കി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തായാലും നാളെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ലോട്ടേ ഉള്ളതെന്നൊക്കെ അവനിങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നീര വന്നിട്ട് ലാപ്ടോപ്പ് അടച്ച് വെക്കുകയാണ്. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, എടാ നിനക്കെന്താ ഇവിടെ പണി, എല്ലാ സ്റ്റാഫുകളും പോയി കഴിഞ്ഞു, എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം, ഇന്ന് നിൻ്റെ കൈ കൊണ്ട് കുക്ക് ചെയ്തിട്ട് എനിക്ക് തരണമെന്ന് പറയണം. രക്ഷിത്ത് പറഞ്ഞു, ഞാൻ എന്താ ഒരു ക്ലൈൻറ്റിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്കാണോ നീ വരുന്നത്, കോമ്പറ്റീഷൻ എന്തോരം പണിയുണ്ടെന്നും പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറയണം. അപ്പോൾ നോക്കുമ്പോൾ ഓൺലൈനിൽ കാണുന്നില്ല, മേ ബി ചിലപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ടാവും, ചിലപ്പോൾ ഇന്ന് നാളെ രാവിലെ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളകത്തേക്ക് പോവാം. അപ്പോൾ രക്ഷിത പറയാണ്, ഒരു
കണ്ടസ്റ്റൻറ്റ് മെസ്സേജ് അയച്ചതാണ് നാളത്തെ കാര്യങ്ങൾ ചോദിക്കാൻ, അപ്പോഴാണ് നീ വന്ന് തടസ്സപ്പെടുത്തിയെന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ കാണിക്കുന്ന അപ്പൂൻ്റെ വീടാണ്. അപ്പോൾ ബർഫിയ എന്തോ മറ്റോ വാങ്ങാൻ പറഞ്ഞിട്ടാണ്, വാങ്ങണമെന്ന് പറഞ്ഞാണ് അപ്പൂ രശ്മിയും കൂടെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, അല്ല ബർഫി വാങ്ങാൻ പോയിട്ട് നീ എന്താ വാങ്ങാതെ വന്നേ എന്ന് ചോദിക്കണം. അതെന്തോ ഒരു സ്വീറ്റാണ്. അപ്പോൾ അപ്പൂ ഒന്നും മിണ്ടുന്നില്ല. പെട്ടെന്ന് ലളിത് വന്ന് കംഫർട്ട് ചെയ്യാണ്. എന്നിട്ട് അവൻ പറയാണ്, അത് എൻ്റെ ഭാര്യയ്ക്ക് അറിയാം എനിക്ക് ബർഫി കൊണ്ട് അലർജി ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് അവൾ വാങ്ങുന്നത്, അല്ലാതെ എന്നോടൊക്കെ ഒരു പണക്കവും ഇല്ല, ഞങ്ങളെല്ലാം സോൾവ് ചെയ്തില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ലളിത് ഇങ്ങനെ നല്ല പിള്ള ചമയാണ് അവിടെ. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണം, ഇങ്ങനെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവളെങ്ങനെ സേവ് ചെയ്തുകൊണ്ട് പോയിക്കോ, അവളുടെ ഭാഗത്തുള്ള കുറ്റമൊക്കെ മറച്ചു വെച്ചിട്ട് എല്ലാം സ്വന്തം തലയിലിട്ടു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ലളിത് പറയണം, അമ്മയുടെ കൈ കൊണ്ടുള്ള മാംഗോ ജ്യൂസ് കുടിച്ചിട്ട് കുറേ നാളായി, കുടിക്കാൻ തോന്നുന്നുണ്ട്, കിട്ടുമോ എന്ന് ചോദിക്കണം. അപ്പോൾ അമ്മ പറയണം, പിന്നെന്താ, അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമല്ലോ, മോനോടെ പോയി റെസ്റ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറയണം. എന്നിട്ട് അമ്മ പറയണം, അപ്പോൾ നീയും കൂടെ വാ, നമുക്ക് അടുക്കളയിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവർ കിച്ചണിലേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷിത്തിൻ്റെ വീടാണ്. അപ്പോൾ അവിടെ രക്ഷിത്ത് ഇരയ്ക്ക് വേണ്ടി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവൻ നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈര പറയണേ, ലോകത്ത് ഇത്രയും സീരിയസ് ആയിട്ട് നൂഡിൽസ് ഉണ്ടാക്കണം നീ ഉണ്ടാവുള്ളൂ, ഇത്രയും മുഖം ഇങ്ങനെ ഗൗരവത്തിൽ വെച്ച് എങ്ങനെ അവനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത്, അതൊക്കെ ഒരു സന്തോഷത്തോടെ ചെയ്താലല്ലേ കഴിക്കണവരൊന്ന് ഹാപ്പി ആവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ രക്ഷിത്ത് പറയാണ്, അതൊക്കെ എന്തിനാണ് നോക്കുന്നത്, സാധനം ടേസ്റ്റ് ഉണ്ടായാൽ പോരെ എന്നൊക്കെ പറയണം. അപ്പോൾ ഈര പറയണം, കല്യാണം കഴിഞ്ഞ് നീ എനിക്ക് ഇതുപോലെ ഉണ്ടാക്കി തരണേ, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഉണ്ടാക്കി തന്നെ, എന്തായാലും ഞാൻ അടുക്കള കയറില്ല, നീ തന്നെ എനിക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയും. അപ്പോൾ രക്ഷിത്ത് പറഞ്ഞു, പിന്നെന്താ, കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. ഇതിര പറയുമ്പോൾ, അപ്പം നീ കല്യാണം കഴിക്കാൻ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത്ത് പറയണേ, നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഓക്കെ ആണെന്നല്ല പറഞ്ഞു, നീ കല്യാണം കഴിഞ്ഞ് നിനക്കും നിൻ്റെ ഭർത്താവിന് ഞാൻ ഉണ്ടാക്കിത്തരാമെന്നാണ് പറഞ്ഞത്, വേണമെങ്കിൽ മക്കൾക്കും ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞ് അവളിങ്ങനെ കളിയാക്കുകയാണ്. അപ്പോൾ എനിക്കിത് കേട്ടിട്ട് ദേഷ്യം വരികയാണ്. നീ എപ്പോഴും ഇങ്ങനെയാണ്, സീരിയസ് ആയിട്ട് എടുക്കേണ്ട തമാശയായിട്ട് എടുക്കും, തമാശയായിട്ട് പറയേണ്ട കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കും, എനിക്കങ്ങ് വേണ്ട നിൻ്റെ നൂഡിൽസ് എന്നും പറഞ്ഞ് അവിടെ പോയിരിക്കുകയാണ്. അപ്പോൾ അവൻ പറഞ്ഞ, കൊള്ളാം, ഞാൻ ഓഫീസിലെ പണിയും മാറ്റി വെച്ച് നിനക്ക് ഉണ്ടാക്കി തരാമെന്നും പറഞ്ഞ് വന്നപ്പോൾ നീ എന്നോട് ഷോ കാണിക്കണല്ലേ, വേണമെങ്കിൽ എടുത്ത് തിന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് വല്യമ്മ മറ്റേ ഫേസ് മാസ്ക് ഒക്കെ വെച്ച് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആരോ കുറേ നേരമായിട്ട് വാതിൽ തട്ടുന്നുണ്ട്. അപ്പോൾ വല്യമ്മ പറയണം, വല്ല കള്ളന്മാരും ആയിരിക്കും, അല്ലെങ്കിൽ ഈ നേരത്ത് വന്ന് ഇങ്ങനെ തട്ടേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയണം. അപ്പോൾ രക്ഷിത്ത് പറയണം, കള്ളനാണോ അതോ മോനാണോ ആരാണെന്നൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം. പിന്നെ കാണിക്കുന്ന രക്ഷിത്ത് വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്നതോടെ ഇവരൊക്കെ ഷോക്കായി നിൽക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് കാണിക്കുന്നില്ല, ആകെ എല്ലാവർക്കും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്ന അപ്പൂൻ്റെ വീടാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മ മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ ലളിതിനുള്ള ഗ്ലാസ്സിൽ മാത്രം ആ ഗ്ലാസ് നിറയും, ബാക്കി വീട്ടിലുള്ളവരുടെ ഗ്ലാസ്സൊക്കെ അര ഗ്ലാസ് മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അപ്പം ഇത് കുറച്ച് മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ഉണ്ടാക്കാൻ സാധനങ്ങൾ കുറവായതുകൊണ്ടാവും. അപ്പോൾ ലളിതിൻ്റെ ഗ്ലാസ്സിൽ മാത്രം ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമും ഒക്കെ നട്ട്സൊക്കെ ഇടുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും അതില്ല, വെറുതെ വെള്ളം ഒഴിച്ച് കലക്കിയ പോലെയാണ്. അപ്പോൾ അവിനാശിന് ഇത് കണ്ടിട്ട് വിഷമാവുന്നുണ്ട്. അപ്പോൾ അപ്പു ചോദിക്കുകയാണ്, എന്തിനാണ് അമ്മ ഇങ്ങനെ സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റൊക്കെ, എല്ലാവർക്കും ഈക്വലായിട്ട് എടുത്താൽ പോരെ എന്ന് പറയണം. അപ്പോൾ അപ്പൂൻ്റെ അമ്മ പറയണം, ഒരിക്കലും അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലെ മരുമോനെന്ന് പറഞ്ഞാൽ നമുക്ക് രാജാവിനെ പോലെയാണ്, നമുക്ക് ഈശ്വരന് തുല്യമാണ്, പിന്നെ നമുക്കൊരു ഗസ്റ്റ് വന്നാലും അങ്ങനെ തന്നെയാണ്, അവരെ വയറും നിറച്ച് സംതൃപ്തിപ്പെടുത്തിയിട്ടേ നമ്മുടെ കാര്യം നോക്കാവുള്ളൂ എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് അവരൊക്കെ ടേബിളിലേക്ക് ഇരിക്കുകയാണ് അത് കുടിക്കാനായിട്ട്. അപ്പോൾ അപ്പൂനോട് പറയണം, മരുമോന് ജ്യൂസ് എടുത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവളെടുത്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവിനാശും ആരും ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ അവർക്കൊക്കെ അര ഗ്ലാസ് വീതമേ ഉള്ളൂ, പിന്നെ എന്ത് ചെയ്യാനാ, ഉള്ളതാവട്ടെ എന്ന് വിചാരിച്ച് അവർ കുടിക്കണം. അപ്പോൾ ആ സമയത്ത് അപ്പൂന് പേടി വരുന്നുണ്ട്, ഇവനതൊക്കെ വലിച്ചു കയറ്റി ഇവിടെ തന്നെ ഇരിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു, ഇവൻ പോകുന്നൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ലളിത് പറയാണ്, എന്തോ ജ്യൂസ് നല്ല തണുപ്പായതുകൊണ്ടായിരിക്കും, ചെറിയൊരു തലവേദന പോലെ, അപ്പോൾ ഒന്ന് മസാജ് ചെയ്ത് തരുമോ അപ്പൂ എന്ന് ചോദിക്കണം. അപ്പോൾ ഇത് കേട്ട് ഞെട്ടാണ്. എങ്ങനെയെങ്കിലും ഇവൻ്റെ അടുത്തുനിന്ന് മാറാൻ നോക്കുമ്പോൾ അവൻ പിന്നെ അടുത്തേക്ക് വിളിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അവൻ പറയണം, അപ്പൂൻ്റെ കൈക്ക് എന്തോ മാജിക് ഉണ്ട്, എനിക്കെപ്പോഴും തലവേദന വരുമ്പോൾ ഇവളാ മസാജ് ചെയ്ത് തരാറ്, എന്താണെന്ന് അറിഞ്ഞൂടാ, പെട്ടെന്നൊരു റിലീഫ് ഉണ്ടാവും, അപ്പോൾ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറയണം.
അപ്പോൾ അമ്മ പറയണം, ഓ പിന്നെന്താ അവൾ ചെയ്തു തരും, അത് ശരിയാണ്, അവളുടെ കൈക്ക് അങ്ങനെ ഒരു മാജിക് ഉണ്ട്, അവൾ മസാജ് ചെയ്താൽ എല്ലാവർക്കും വേദന വേഗം മാറും. എന്നിട്ട് അപ്പുവിനോട് പറയണം, ചെല്ലും മോനെ, റൂമിലേക്ക് ചെല്ലും, അപ്പു ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ലളിതനോട് പറയണം. അപ്പോൾ ഇവളിങ്ങനെ പോണോ വേണ്ടയോ എന്ന് ഓർത്ത് പേടിച്ച് നിൽക്കുമ്പോൾ അമ്മ പറയണം, എന്താണ് ഇവിടെ പഴം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്, വേഗം പോയവനെ മസാജ് ചെയ്ത് കൊടുക്കുക, പിണക്കം മാറിയ ടൈമാണ്, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമൊക്കെ ഒന്ന് ശരിയാവുള്ളൂ എന്നൊക്കെ പറയണം. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷത്തിൻ്റെ വീടാണ്. അപ്പോൾ ആരാന്ന് നോക്കുമ്പോൾ മറ്റേ രവീന എന്ന് പറഞ്ഞ ഏട്ടത്തിയില്ലേ രക്ഷത്തിൻ്റെ, മോഹിത്തിൻ്റെ വൈഫ്, അവരുടെ ആങ്ങളെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വല്യമ്മ പറയണം, നിനക്കെന്താ ഇവിടെ കാര്യം, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, നിൻ്റെ ചേച്ചീനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടല്ലേ, പിന്നെ നീ ഇപ്പം എന്തിനാ വന്നതെന്ന് ചോദിക്കണം. അപ്പോൾ രക്ഷിത് പറയണം, നിന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കയറരുതെന്ന്, ഇപ്പം എന്തിനാ വന്നതെന്ന് ചോദിക്കണം. ഓ വെറുതെ ഒന്ന് വന്നതേ ഉള്ളൂ, നീ ഒരു കള്ളനാണെന്ന് എനിക്കറിയാം, ഇവിടെ നിന്നുള്ള നിൻ്റെ ദേഷ്യം മാത്രമല്ലേ ഉള്ളൂ, സത്യത്തിൽ നിൻ്റെ അച്ഛൻ്റെ ആ ഓർമ്മക്കുറവിൻ്റെ പേര് പറഞ്ഞിട്ടല്ലേ നീ പല ഡീലിലും തോറ്റു പോകുന്നത്, എന്നിട്ട് അത് കാരണമാക്കി എടുത്തിട്ട് നീ ഓരോന്ന് ചെയ്യുന്നതല്ലാതെ നിൻ്റെ കഴിവുകേടുകൾ മറയ്ക്കാനല്ല അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനെ ദേഷ്യം പിടിപ്പിക്കണം. അപ്പോൾ ഈ സമയത്ത് രക്ഷിത്തിൻ്റെ അച്ഛൻ അങ്ങോട്ട് വരാണ്. അപ്പോൾ ഇവൻ അച്ഛൻ്റെ കാലിലൊക്കെ പോയി തൊടുന്നുണ്ട്. ചോദിക്കണം, അങ്കിൾ സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ രക്ഷിത്തിൻ്റെ ചോദിക്കണം, അല്ല രക്ഷിത് ഇതാരാന്ന് ചോദിക്കുകയാണ്. പുള്ളി മറന്നുപോയി. അപ്പോൾ ഇവന് ഞെട്ടുവാണ് ഇത് കേട്ടിട്ട്. അപ്പോൾ അൽഷമർ ഉണ്ടെന്ന് പറഞ്ഞൊക്കെ ശരിയാണല്ലേ എന്ന് ഓർത്തിട്ട് അപ്പോൾ അവനെന്തോ അച്ഛനെ പറയുകയാണ്. ഓ ഇതുപോലെ ഓർമ്മയില്ലേ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ രക്ഷിത്തിന് അത് കേട്ടിട്ട് ദേഷ്യം വരും, അച്ഛനെ എന്തോ പറഞ്ഞപ്പോൾ. അപ്പോൾ ഉടനെ അവനെ പിടിച്ച് അടിക്കണം. അപ്പോൾ ഈ അടിക്കുന്നത് കണ്ടിട്ട് ആരോ രക്ഷിത്തെന്ന് വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ജീനി ചാച്ചു എന്നാണ് ഇതിൽ ഒരു കുട്ടിയുണ്ട്, മോഹിത്തിൻ്റെ മോളാണ്, രേവ എന്നാണ് പേര്, ആ കുട്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടി ഇവനെ വിളിക്കുന്ന ജീനി ചാച്ചു എന്നാണ്. അപ്പോൾ എന്താ ഇവിടെ നടക്കണേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ മോളും വൈഫും, മോഹത്തിൻ്റെ മോളും വൈഫും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുട്ടി അടിക്കുന്ന കണ്ടിട്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ് കുട്ടി വന്നതുകൊണ്ട്. ഈ വല്യമ്മയ്ക്ക് സ്വന്തം പേരക്കുട്ടിയാണെങ്കിലും അത്രയ്ക്ക് ഇഷ്ടമൊന്നുമല്ല, എന്ന് പറഞ്ഞാൽ അവരുടെ മരുമകളുടെ മകളല്ലേ, അപ്പം അതുകൊണ്ട് അവർക്ക് ഇഷ്ടമൊന്നുമല്ല. അപ്പം അടുത്ത സീനിൽ കാണിക്കുന്നത് ലളിതിനെയാണ്. അപ്പം ലളിത് റൂമിലേക്ക് വന്ന് കൊതുകിനെയൊക്കെ അടിച്ച് അവിടെ ഇരിക്കുവാണ്. ഈ സമയത്ത് അപ്പു പേടിച്ച് വാതിലിൻ്റെ പുറകെ നിന്നിങ്ങനെ നോക്കുകയാണ്. അകത്തേക്ക് കയറാൻ നമുക്ക് പേടിയാണ്, അവൾക്കറിയാം കയറിയാൽ ഇവൻ എന്തെങ്കിലും ചെയ്യും, അതുകൊണ്ട് അവൾക്ക് പേടിയാണ്. അവളെ പേടിച്ച് ഡോറിൻ്റെ ബാക്കിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ലളിത് ഇത് കാണുന്നുണ്ട്. അവൻ ഓടി വന്ന് ഡോർ ലോക്ക് ചെയ്യണം. എന്നിട്ട് പറയണം, ഇനി നീ എന്ത് ചെയ്യും, ഇനി നിൻ്റെ വീട്ടിൽ നിനക്ക് രക്ഷയില്ല, എൻ്റെ വീട്ടിലും രക്ഷയില്ല, മര്യാദയ്ക്ക് ഈ കോമ്പറ്റീഷൻ്റെ പേരും പറഞ്ഞ് ഇവിടെ നിൽക്കാതെ പോപ്പാലേക്ക് വരാൻ നോക്കുക, അതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വെച്ച് ഇപ്പം നിന്നെ എന്തെങ്കിലും ചെയ്താൽ പോലും എന്നോടാരും ചോദിക്കാൻ പോണില്ല, തല്ലിയാലും എന്നോടാരും ചോദിക്കില്ല, കണ്ടല്ലോ നിൻ്റെ വീട്ടുകാരൊക്കെ ഞാൻ എങ്ങനെ കുപ്പിയിലാക്കിയെന്ന്, അത്രയേ ഉള്ളൂ നിൻ്റെ വീട്ടുകാരെന്നൊക്കെ പറയണം. ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കണം. അപ്പോൾ ബാക്കി എപ്പിസോഡൊക്കെ നാളെ തന്നെ ഇടാം. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.